4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നമുക്ക് ഇന്ന് സവാള ബോണ്ട തയ്യാറാക്കാം. വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ബോണ്ട തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. അപ്പം വേഗം നമുക്ക് ഈ ഒരു അടിപൊളി സവാള ബോണ്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. സവോള ബോണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിൻ്റെ അനുസരിച്ച് സാധാരണ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സവോളയുടെ നീര് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നോക്കിക്കോളൂ, ഞാൻ എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈമ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവോള എല്ലാം നന്നായിട്ട് മസാലകളിലോട്ട് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ബൈൻഡിങ്ങിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനോട്ട് ഒരു 1/4 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും യൂസ് ചെയ്യാതെ ആ ഒരു സവോളയിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ബൈൻഡിങ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ സവോളയുടെ നീരും കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിനി ബോണ്ട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബോണ്ടയുടെ വലുപ്പത്തിൽ, അല്ലെ നമുക്ക് എത്രമാത്രം വലുപ്പത്തിലാണ് ബോൾസ് വേണ്ടിയത് ആ ഒരു വലുപ്പത്തിൽ ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, ഞാനിവിടെ ഇതേ രീതിയിൽ തന്നെ ഒരു കുഞ്ഞ് ബോൾസാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബോൾസാക്കി റെഡിയാക്കി ഓയിലോട്ട് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. ബോൾസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കൊരു സ്പൂണോ സ്പാച്ചില വെച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊന്നും വേകാനുള്ള സാധ്യത കുറവുണ്ട്. പുറമെന്നാണെങ്കിൽ നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം കരിയാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിൽ നമ്മുടെ ഈ ഒരു സവോള ബോണ്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ട്രെയിനറിലോട്ട് ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സ്ട്രെയിനറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ ബാക്കിയുള്ള ബോണ്ട എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നമ്മുടെ ഓണിയൻ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു ഓണിയൻ ബോണ്ട അല്ലെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ. പുറമിൽ നിന്നും നല്ല ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ. പുതിനയിലയും മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമ്മുടെ ഓണിയൻ ബോണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.